ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷമാണ് തന്ത്രിയുടെ അനുമതിയോടെയുള്ള സാമ്പിൾ ശേഖരണം. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും മൂല്യവും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രത്യേക അന്വേഷണ തലവൻ SP ശശിധരനും സംഘവും ഇന്നലെ സന്നിധാനത്ത് എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. SITയുടെ ചുമതലയുള്ള SITയിലുള്ള പ്രത്യേക അന്വേഷണ സംഘ തലവൻ SP ശശിധരനും സംഘവും ഇന്നലെ തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കുക എന്നാണ് ഉദ്ദേശം. അതിനുവേണ്ടി സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകളൊക്കെ പരിശോധനയ്ക്കായി ശേഖരിക്കുമെന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലുള്ള ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ആ ശേഖരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എപ്പോൾ മുതലായിരിക്കും നടക്കുക സന്നിധാനത്ത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നലെ തന്നെ ഇവിടെ ശബരിമലയിൽ എത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശബരിമല എത്തിയതിനു ശേഷം ഇന്ന് ഈ പരിശോധന നടത്താനാണ് തീരുമാനിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പ്രത്യേക ഐറ്റം വാങ്ങിക്കൊണ്ടാണ് ഇതിനെ പരിശോധനയിലേക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് നട അടച്ചതിനു ശേഷമായിരിക്കും ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ പട്ടളപ്പാളികളുടെയും സ്വർണത്തിന്റെയും ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നത്. ചെമ്പിന്റെയും സ്വർണത്തിന്റെയും മൂല്യമടക്കം രജിത്തിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു രജിത്തിന്റെ ശബ്ദത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കും. വീണ്ടും രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിയുള്ള വസ്തുക്കളുടെ ശേഖരണം, അതാണല്ലോ ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നടത്തുക. അത് എപ്പോഴായിരിക്കും അറിയാനായത്? ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷം തന്ത്രിയുടെ അനുമതിയോടെയായിരിക്കും സാമ്പിളുകളുടെ ശേഖരണം എന്നൊക്കെയാണ്, അങ്ങനെയാണോ? തീർച്ചയായും ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഇതിന്റെ പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വൃശ്ചിക പദ്ധതിയിൽ നട തുറന്നതിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. ആ സമയത്ത് ഇതിന്റെ പരിശോധന നടത്തുന്നതിനും സാമ്പിളുകൾ ശേഖരിക്കാനുമാണ് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറെടുക്കുന്നത്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ, സാമ്പിളുകൾ ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഇവയുടെ മൂല്യം, നിലവിൽ ചെമ്പിന്റെയും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികളുടെയും മൂല്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്യുക. അത് ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ പട്ടളപ്പാളികളുടെയും സ്വർണത്തിന്റെ മൂല്യങ്ങളാണ് പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ മൂല്യം പരിശോധിച്ചു. നേരത്തെ തന്നെ ഈ സ്വർണം ഇവിടെ ആദ്യം പൂശിയ സമയത്തുള്ള സ്വർണത്തിന്റെ മൂല്യം തന്നെയാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇത്. അത് പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ. അതിന് ഭാഗമായ ഒരു പരിശോധനയാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്നത്. മായ, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.